വിശുദ്ധനും സത്യവാനുമായ നമ്മുടെ ത്രിയേക ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് സ്വന്തം രക്തത്താൽ പ്രായശ്ചിത്തം വരുത്തിയ നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ അർപ്പിച്ച കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കട്ടെ. പിന്നെയും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് ഇട നൽകുന്നതിനായിട്ട് സ്തോത്രം. ചിലര് പുതുതായി പല സ്ഥലങ്ങളിൽ നിന്ന് ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UAE നിന്ന് ചിലരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ചിലർ US നിന്നും ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചേർന്നോ എന്നെനിക്കറിയില്ല. അങ്ങനെ ചേർന്നിട്ടുള്ളവരെ എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് തുടർന്ന് വരികയാണല്ലോ. ഒന്നാമത്തെ അധ്യായം യോഹന്നാൻ കണ്ടത് എന്ന് പറയുന്ന 3 വിഭജനങ്ങളിൽ ഒന്നാമത്തെ ഭാഗമാണ്. ആ വിഭജനം ഒന്നാം അധ്യായം 19 വാക്യത്തിലാണ് നാം കാണുന്നത്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇതിനു ശേഷം അല്ലെങ്കിൽ ഇനി മേലാൽ സംഭവിപ്പാൻ ഇരിക്കുന്നതുമായത്. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ ഒന്നാം അധ്യായം 19 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 വിഭജിക്കാം. അതിൽ ഒന്നാം വിഭജനമാണ് ഒന്നാം അധ്യായത്തിൽ പുനരുത്ഥിതനായ മഹത്വസമ്പൂർണനായ യേശുക്രിസ്തുവിന്റെ കായപ്രദർശനം, തൻ്റെ വെളിപ്പാട്. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭജനമാണ് യോഹന്നാന്റെ കാലം മുതൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെ തുടരുന്നതും ഉൽപ്രാവണം വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതുമായ ദൈവസഭ. അതിനെ 7 പ്രത്യേക സ്വഭാവങ്ങളിൽ കാലഘട്ടങ്ങളിലായിട്ട് തരം തിരിച്ചാണ് 2ഉം 3ഉം അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് നാളിൽ സഭയുടെ തുടക്കം മുതൽ ഉൽപ്രാവണത്തിൽ സഭ എടുക്കപ്പെടുന്നതുവരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സഭയുടെ വിശേഷപ്പെട്ട 7 വിധത്തിലെ പ്രകൃതങ്ങളാണ് ഈ 7 സഭകളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ് ഭാവികാല സംഭവങ്ങൾ. അതിൽ 4ഉം 5ഉം അധ്യായങ്ങൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു തയ്യാറെടുപ്പാണ്. ഭൂമിയിലും പിന്നീട് നിത്യത വരെയും നീണ്ടു നിൽക്കുന്ന ഭാവികാല സംഭവങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നടക്കുന്ന ഒരു തയ്യാറെടുപ്പാണ് 4ഉം 5ഉം അധ്യായങ്ങളിലെ വിഷയം. അതിൽ 4ആം അധ്യായത്തിൽ സ്വർഗത്തിന്റെ ഒരു ദർശനമാണ്. സ്വർഗത്തിന്റെ ഒരു എന്താണ് പറയുന്നത്, പകർപ്പ് നമുക്കവിടെ കാണാം. ദൈവസിംഹാസനവും സിംഹാസനത്തോട് ചേർന്നുള്ള ജീവികളും സിംഹാസനത്തിന് മുൻപിൽ വീണുകിടന്ന് സിംഹാസനസ്ഥനായ ദൈവത്തെ നമസ്കരിക്കുന്ന 24 മൂപ്പന്മാരും തുടങ്ങി സ്വർഗത്തിന്റെ ഒരു പകർപ്പ്. 5ആം അധ്യായത്തിൽ നാം കാണുന്നത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ദൈവപിതാവിന്റെ കൈകളിൽ ഇരിക്കുന്നു. കുഞ്ഞാടായ ക്രിസ്തുയേശു വേറെ ആരും അത് വാങ്ങാൻ യോഗ്യരായിട്ടില്ല എന്നതുകൊണ്ട്, യേശു മാത്രം യോഗ്യനാണ് എന്നതുകൊണ്ടും അത് വാങ്ങുന്നു. അതിൻ്റെ ചിത്രീകരണവും അതിനോടനുബന്ധിച്ച് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ആരാധനയുമാണ് നാം 5ആം അധ്യായത്തിൽ കാണുന്നത്. 6ആം അധ്യായത്തിൽ നമ്മൾ കണ്ടത് കുഞ്ഞാട് ഈ 7 മുദ്രകളാൽ മുദ്രിതമായ പുസ്തകത്തിന്റെ ഓരോ മുദ്രയും തുറക്കുമ്പോൾ 6ആം മുദ്ര വരെയുള്ള
മുദ്രകളുടെ ഭേദനത്തിൽ സംഭവിക്കുന്ന 6 വിധമായ വ്യത്യസ്ത വിഷയങ്ങൾ. 6ഉം 7ഉം മുദ്രകൾക്കിടയിൽ ഒരു ഇടവേള നൽകിയിട്ട് 7ാമത്തെ അധ്യായത്തിൽ മഹാപീഡനകാലത്തെ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്ന, ദൈവത്തിനായി മാറ്റി നിർത്തപ്പെടുന്ന വിശുദ്ധന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. 7ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിയ ഗോത്രങ്ങളിൽ നിന്നും ദൈവം മുദ്രയിട്ട് തനിക്കായി മാറ്റി നിർത്തുന്ന ഒരു സുരക്ഷിത ഗണത്തെ, ഒരു സുരക്ഷിത മുദ്രിത ഗണത്തെയാണ് കാണുന്നത്. മഹോപദ്രവകാലം മുഴുവനും ജീവനോടെ ഇരുന്ന് യേശുക്രിസ്തു തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അക്ഷരീയമായി നിലകൊള്ളുന്ന ഒരു യഹൂദ സമൂഹം, 144,000 മുദ്രിത ഗണങ്ങൾ. അവരാരാണെന്നും എങ്ങനെയാണ് അവരുടെ മുദ്ര എന്നും എന്തിനു വേണ്ടിയാണെന്നും എന്തുകൊണ്ടാണെന്നും അവരുടെ ഭാഗ്യ പദവികളുമൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതേ തുടർന്ന് 9ാം വാക്യം മുതൽ 7ാം അധ്യായത്തിൽ നാം കാണുന്നത് ജാതികളിൽ നിന്നുമുള്ള, യഹൂദന്മാരല്ലാത്തവരിൽ നിന്നുമുള്ള മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരുടെ എണ്ണമറ്റ ഗണം, അവരുടെ പ്രത്യേകതകൾ, അവർക്ക് ഭാവിയിൽ നിത്യതയിൽ ലഭിക്കുവാൻ പോകുന്ന ഭാഗ്യകരമായ അനുഭവങ്ങൾ. അതായിരുന്നു നാം കഴിഞ്ഞ ദിവസം വരെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 7ാം അധ്യായത്തിൽ മറ്റെന്തെങ്കിലും വിശദീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്കിന്ന് 8ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 7ാം അധ്യായത്തിൽ നിന്ന് ഇനിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. വിസ്താര ഭയം കൊണ്ട് അവിടം വിട്ടിട്ട് 8ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് 8ാം അധ്യായത്തിലേക്ക് വരാം. 8ഉം 9ഉം അധ്യായങ്ങൾ നമുക്ക് ഒരേ വിഷയത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നാം അവിടെ കാണുന്നത് 7ാം മുദ്രയുടെ ഭേദനവും 7 കാഹള ന്യായവിധികളുമാണ്. 7 കാഹള ന്യായവിധികൾ. So in these 2 chapters, chapters 8 and 9, we have the opening up of the 7th seal of the 7-sealed book received by the Lamb of God in chapter number 5. And consequently, there comes another judgment, which is called the 7 trumpet judgments. Otherwise, trumpet call of 7 judgments. Okay. അപ്പോൾ 7 കാഹള ന്യായവിധികളെ നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. 8 verses 1 and 2. When the Lamb opened the 7th seal, there was silence in heaven for about half an hour. Then I saw the 7 angels who stand before God. The 7 trumpets were given to them. Yeah. Thank you, Mane. 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. അരമണിക്കൂറത്തെ മൗനം സ്വർഗത്തിൽ. അത് നമുക്കൊക്കെ എവിടാ എന്താണെന്ന് അറിയത്തില്ലെങ്കിലും സാധാരണ നമ്മുടെ ഇടയിലൊക്കെ ഒരു പറച്ചിലുള്ളതാ, എന്താ സ്വർഗത്തിലെ പോലൊരു മൗനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്.
ചിലപ്പം നമ്മുടെ സംസാരത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ സ്വർഗത്തിലെ പോലൊരു മൗനം എന്നൊക്കെ. അപ്പൊ ഇവിടെ അരമണിക്കൂറത്തെ മൗനം സ്വർഗത്തിൽ ഉണ്ടായതായിട്ട് കാണുന്നു. കുഞ്ഞാടായ ക്രിസ്തു 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതായി കാണുന്നു. 7 കാഹളങ്ങളുമായിട്ട് 7 ദൂതന്മാർ അപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ 3 വിശേഷപ്പെട്ട കാര്യങ്ങളാണ് 8ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ ഉള്ളത്. So 3 major things occurring there in initial 2 verses in chapter 8. The Lamb of God, Christ Jesus, opening up the 7th seal of the 7-sealed book. There occurs an half-an-hour silence in heaven. Then there appears 7 angels with 7 trumpets. ഈ 3 കാര്യങ്ങളാണ് 8ന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ ഉള്ളത്. ഈ ദൂതന്മാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 7ാം മുദ്രയുടെ മറ്റെന്തെങ്കിലും പരിണിത ഫലം ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. അതാണ് 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. So before these 7 angels execute trumpet judgments, something else also occurs as recorded in verses number 3 through 5. അതും കൂടെ മുഖവരയ്ക്ക് വേണ്ടി ഒന്ന് വായിക്കാം. Those verses also, please. And another angel came and stood at the altar with a golden censer, and he was given much incense to offer with the prayers of all the saints on the golden altar before the throne. And the smoke of the incense with the prayers of the saints rose before God from the hand of the angel. Then the angel took the censer and filled it with fire from the altar and threw it on the earth. And there were peals of thunder, rumblings, flashes of lightning, and an earthquake. അവിടെ നാം കാണുന്നത് മറ്റൊരു ദൂതനെയാണ്. So there are a lot many sects of angels. പല വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാരുണ്ട്. നമുക്ക് കൂടുതലും അറിയാവുന്നത് 2 പേരെയാണ്, മീഖായേലും ഗബ്രിയേലും. അപ്പോക്രിഫൻ ബുക്കുകളിലൊക്കെ വേറെ ഒത്തിരി പേരുടെ പേരുകളുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ വേറെ ഒത്തിരി പേരുകളുണ്ട്. നമുക്ക് വിഭാഗങ്ങളെ അറിയാം, സാറാഫുകളെന്നും കെരൂബുകളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. ദൂതന്മാർ അസംഖ്യം ഗണമാണെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് എണ്ണാൻ കഴിയാത്തത്ര ദൂതന്മാർ, വിശുദ്ധ ദൂതന്മാരുണ്ട്. ദൂതന്മാരുടെ ഒരു സംഘം, ചിലർ ഉപദേശിക്കുന്നത് 2 പ്രാവശ്യം 2 സംഘങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ശാപഗ്രസ്തരായി എന്നാണ്. അവരൊക്കെ പോയതിന് ശേഷവും ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ അസംഖ്യമാണ്. അവർ പല വിഭാഗത്തിൽപ്പെട്ടവരാണ്. പല ഉത്തരവാദിത്വങ്ങളാണ് അവർക്ക് ചെയ്തു തീർക്കുവാനുള്ളത്. അങ്ങനെ മറ്റൊരു ദൂതനെ നാം ഇവിടെ കാണുന്നു. മറ്റൊരു ദൂതൻ സ്വർണ ധൂപകലശവുമായി വന്ന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപത്തെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായും അത് ഭൂമിയിലേക്ക് അയക്കുന്നതായും നാം കാണുന്നു. അപ്പോൾ 7ാം മുദ്ര പൊട്ടിക്കുന്നു. 7 മുദ്രകളാൽ മുദ്രിതമായ പുസ്തകത്തിന്റെ 7ാം മുദ്ര
ദൈവകുഞ്ഞാടായ ക്രിസ്തുവേശു തുറക്കുന്നു. സ്വർഗത്തിൽ അരമണിക്കൂർ മൗനത. 7 ദൂതന്മാർ 7 ന്യായവിധിയുടെ കാഹളങ്ങളുമായി നിൽക്കുന്നു. എന്നാൽ അവർ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മറ്റൊരു ദൂതൻ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതോടൊപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നു. അതേ തുടർന്ന് ഭൂമിയിൽ ന്യായവിധികളുടെ പരമ്പര വീണ്ടും തുടങ്ങുന്നെന്നോ തുടരുന്നെന്നോ നമുക്ക് പറയാം. ആ ന്യായവിധിയുടെ പരമ്പരകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 1, 2 വാക്യങ്ങളെയും 3, 4, 5 വാക്യങ്ങളെയും നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവകുഞ്ഞാട് മുദ്രകളിൽ 7ാമത്തേത് തുറക്കുന്നതിനെ സംബന്ധിച്ച് അതുമായി അനുബന്ധമായ സംഭവങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത് എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഈ പുസ്തകത്തെക്കുറിച്ചും കുഞ്ഞാടിനെക്കുറിച്ചും എല്ലാം നാം 5ാം അധ്യായത്തിൽ വെച്ച് തന്നെ പഠിച്ചു. 6ാം അധ്യായത്തിലും നാം അത് കണ്ടു. 6ാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ടാണ് 8ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ മുദ്രയും തുറക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഈ 6ന്റെയും 7ന്റെയും ഇടയിൽ മഹാപീഡനകാല വിശുദ്ധന്മാരെ കുറിച്ചുള്ള വിശദീകരണം യോഹന്നാൻ നമുക്ക് തന്നിരിക്കുന്നുവെന്ന് മാത്രം. മനസ്സിലായല്ലോ? 6ാം അധ്യായത്തിന്റെ ഒടുവിൽ 6ാം മുദ്രയുടെ ഭേദനത്തിന്റെ തുടർച്ച തന്നെയാണ് 8ാം അധ്യായത്തിന്റെ തുടക്കം. 7ാം അധ്യായം പക്ഷേ യോഹന്നാൻ നമുക്ക് അതിനിടയിലുള്ള എന്ന് പറഞ്ഞാൽ 6ഉം 7ഉം മുദ്രാഭേദനത്തിനിടയിലല്ല, മഹാപീഡന കാലത്ത് സംഭവിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് യോഹന്നാൻ അതിനിടയിൽ നമ്മോട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ 7ാം അധ്യായത്തിലെ സംഭവങ്ങൾ 6ാമത്തെയും 7ാമത്തെയും മുദ്രാഭേദനത്തിനിടയിലല്ല സംഭവിക്കുന്നത്. പറഞ്ഞതപ്പോഴാണെന്ന് മാത്രം. നമ്മളോട് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് ഇതിന് രണ്ടിനും ഇടയിൽ ആണെന്ന് മാത്രം. അല്ലായിരുന്നെങ്കിൽ ഇതിനൊക്കെ മുമ്പോ അല്ലെങ്കിൽ ഏറ്റവും കഴിഞ്ഞിട്ടോ വേണം പറയാൻ. അങ്ങനെ പറയാതെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ യോഹന്നാൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചിന്തിച്ചത്, ഈ നടക്കുന്ന സംഭവക്രമം അനുസരിച്ചല്ല യോഹന്നാൻ ഈ കാര്യങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണ്. ഇപ്പോൾ 7ാമത്തെ മുദ്ര കുഞ്ഞാട് തുറക്കുകയാണ്, അല്ലെങ്കിൽ പൊട്ടിക്കുകയാണ്. ആ മുദ്രിതമായ പുസ്തകം വിശേഷാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നിയമപരമായി യേശുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ പൂർത്തിയായി, ടെറ്റലസ്റ്റായി, നിവൃത്തിയായി, ഫിനിഷ്ഡ്, നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തന്റെ പ്രാണനെ വിടുകയാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് നാം അതിനെ വിളിക്കുന്നത് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്, ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് റിഡംഷൻ ബൈ ജീസസ് ഓൺ ദ ക്രോസ്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച രക്ഷണ്യപ്രവൃത്തി, ക്രിസ്തു അത് നിവർത്തിച്ചു. നിയമപരമായി, ലീഗലി
what all things to be done for the redemption of mankind, Jesus did it on the cross. It's finished. Nothing left. ആർക്കും ഒന്നും ചെയ്യാൻ ഇനി ബാക്കിയില്ല. അത് നിവർത്തിച്ചു. എന്നാൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ പ്രായോഗികത ഇതുവരെയും നിറവേറിയിട്ടില്ല. അത് സംഭവിക്കുന്നത് ഒടുക്കത്തെ ശത്രുവായ മരണത്തിന്റെ മരണത്തോടുകൂടിയേ ഉള്ളൂ. നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. പുതുതായി നമ്മോടുകൂടെ ചേർന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മോടൊപ്പം ഒന്ന് വരാൻ വേണ്ടി ഇത് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. പിന്നെ മറന്നുപോയവർക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തു ക്രൂശിൽ തൻ്റെ മരണത്താൽ മനുഷ്യന്റെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടതെല്ലാം നിവർത്തിച്ചു. നിയമപരമായത് ഇനിയും ഒന്നും നിവർത്തിക്കാനായിട്ടില്ല. ഇറ്റ്സ് ഫിനിഷ്ഡ് വർക്ക്. എന്നാൽ അതിൻ്റെ പ്രായോഗികത ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്, പൂർത്തിയാകുന്നത്, ആരംഭിക്കുന്നതല്ല. ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമ്മിൽ തികയുന്നത് റോമർ 8:23 കാണുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുമ്പോഴാണ്. അത് യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യനെ ആത്യന്തികമായി വീണ്ടെടുക്കുവാനായിരുന്നെങ്കിൽ കൂടെ മനുഷ്യൻ മൂലം ഭൂമിയിൽ ലോകത്തിൽ പ്രവേശിച്ച ദ്രവത്വത്തിന്, മർത്യതയ്ക്ക് മാറ്റം വരുത്തി സകല സൃഷ്ടിയെയും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും കൂടെ വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പിന്റെ ഭാഗമായി മനുഷ്യന്റെ പാപത്താൽ ലോകത്തിൽ പ്രവേശിച്ച പാപത്തിന്റെ കാരണമായ സാത്താനെയും പാപത്തിന്റെ ഫലമായ മുഴുവൻ ദ്രവത്വത്തെയും മാറ്റേണ്ടതുണ്ട്. അത് മനസ്സിലായോ? ആവർത്തിക്കണോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം ക്രിസ്തു നിവർത്തിച്ചു. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി, യെസ് ഓഫ് കോഴ്സ്, ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമ്മിൽ, മനുഷ്യരിൽ പൂർത്തീകരിക്കുന്നത് എപ്പോഴാണ്? When Jesus comes on the clouds. മേഘപ്രത്യക്ഷൻ. അന്നേരം എന്താ സംഭവിക്കുന്നത്? നമുക്കെന്ത് സംഭവിക്കും? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കും. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ് finally made everything for the redemption of mankind, and therefore it is a finished work of redemption by Jesus on the cross. Legally he has done everything, nothing is left to do. When a sinner believes and repents, believes in Christ and repents from sins, when he yields to the lordship of Jesus, the redemptive work in a person's life begins. As long as he lives, that work of redemption gets in progression. Progressively, eventually,
that goes on and goes on. That redemptive work will be consummated in the life of a person only by the redemption of his body, transformation of his mortal body into immortality. When this earthly will wear the heavenly, that will happen when Christ comes in the clouds, as per Philippians 3:20-21, 1 Thessalonians 4:13-17, all those references are there. അപ്പോൾ നമ്മിൽ രക്ഷിക്കപ്പെട്ടത് മുതൽ തുടങ്ങിയ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി, ബാക്കി പറഞ്ഞാട്ടെ, ജയം വന്നിരിക്കുന്നു എന്ന വാഗ്ദത്ത വചനം നിറവേറുമ്പോൾ, അതാണ് നാം 1 കൊരിന്ത്യർ 15:55 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അത് വെച്ചുകൊണ്ടാ നമ്മൾ യോഗം കഴിയുമ്പോൾ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അത് ഇവിടുത്തെ രോഗത്തിലും കഷ്ടത്തിലും ഒക്കെ തരുന്ന ഒരു വിജയത്തെക്കുറിച്ചല്ല, ആത്യന്തികമായ അമർത്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അർത്ഥം മനസ്സിലാക്കിയാണോ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. സ്തോത്രം. അത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിലും 1 തെസലോനിക്കർ 4:13 മുതൽ വിശേഷിച്ച് 16-17 വാക്യങ്ങളിലും ഒക്കെ നാം കാണുന്നു. 1 കൊരിന്ത്യർ 15 അതിന്റെ 50 മുതൽക്കുള്ള വാക്യങ്ങളിലും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും വ്യക്തമാണല്ലോ? ഓക്കെ. By the redemption of humanity, what was the broader purpose of God? The broader purpose was the liberation of the entire creation. From what? From its bondage to decay and illusion. Its bondage creation, the entire creation is under the bondage of decay and illusion. Yeah, Romaലേഖനം 8, Romans 8, it begins from 19. You can read. Alisandi, വായിച്ചോ 21. 19 തൊട്ട് വായിക്കണോ 21? 20-21 വായിച്ചാൽ മതി. For the creature was made subject to vanity, not willingly, but by reason of him who has subjected the same in hope, because the creature itself also shall be delivered from the bondage of corruption into the glorious liberty of the children of God. Yes. So this is the broader purpose of Christ's death on the cross. To liberate the entire creation from the bondage of corruption or bondage of decay, and delivering the entire creation from vanity, illusion, മായ മലയാളത്തിൽ പറയുമ്പോൾ. അപ്പൊ സകല സൃഷ്ടിയെയും മായയുടെ അധികാരത്തിൽ നിന്നും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വീണ്ടെടുക്കുക എന്നതായിരുന്നു ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചതിലൂടെ ദൈവം ഉദ്ദേശിച്ച ബൃഹത്തായ പദ്ധതി. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, വളരെ കൃത്യതയോടെ പറഞ്ഞാൽ, മനുഷ്യന്റെ വീണ്ടെടുപ്പ്. മനുഷ്യന്റെ വീണ്ടെടുപ്പിലൂടെ മുഴു സൃഷ്ടിയുടെയും
വീണ്ടെടുപ്പ്. So in simple sense, the purpose of Christ's death on the cross was redemption of mankind. And through the redemption of humanity, redeeming or liberating the entire creation. The creation should be liberated only when God's people will get glorification. ദൈവമക്കളുടെ തേജസ്കരണത്തിലൂടെ മാത്രമേ ഈ സൃഷ്ടിക്ക് എന്ത് സംഭവിക്കുന്നുള്ളൂ? റിഡംഷൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. അവിടെ പ്രത്യേകിച്ച് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്ക് ലിബറേഷൻ എന്നുള്ളതാണ്. ലിബറേഷൻ, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. മനുഷ്യനുമായി ബന്ധപ്പെട്ട് വീണ്ടെടുപ്പെന്നും സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യമെന്നും ഉള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ലിബറേഷൻ. നോട്ട് ആക്ച്വലി എ വീണ്ടെടുപ്പ് ഫോർ സൃഷ്ടി. ഓക്കെ, സൃഷ്ടിക്ക് മനുഷ്യൻ്റേതുപോലെയുള്ള ഒരു വീണ്ടെടുപ്പ് അല്ല. സെറ്റിംഗ് ഫ്രീ. Setting free from the bondage to corruptibility, നാശം, decay, ദ്രവത്വം, അഴുകിപ്പോകൽ, അഴുകൽ, നാശം, അതിൽ നിന്ന് സ്വതന്ത്രരാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മയോ വീണ്ടെടുത്ത് ദൈവത്തോട് സമാധാനത്തിലാക്കി ദൈവത്തോട് കൂടെ നമ്മെ ഇരുത്തുക, ദൈവത്തെ പോലെ നമ്മെ ആക്കുക. അതാണ് ആ തേജസ്കരണം എന്ന് നാം വായിച്ച 21-ാമത്തെ വാക്യത്തിലുള്ളത്. ദൈവമക്കളുടെ തേജസ്സായ സ്വാതന്ത്ര്യവും പ്രാപിച്ചു. തേജസ്സായ സ്വാതന്ത്ര്യം. ഗ്ലോറിയസ് ഫ്രീഡം. ഫ്രീഡം ഓഫ് ഗ്ലോറി, of glorification of the children of God. ദൈവപുത്രന്മാരുടെ, അതാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. സൃഷ്ടിയും ഈറ്റുനോവോടെ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തേജസ്സിലെ വെളിപ്പാടിനായി കാത്തിരിക്കുമ്പോൾ സകല സൃഷ്ടികളും, നിർജീവമായ സൃഷ്ടികൾ ഉൾപ്പെടെയുള്ളവ, ചേതനയറ്റവ പോലും, അചേതന വസ്തുക്കൾ പോലും ദൈവമക്കളായ നമ്മുടെ ദൈവപുത്രന്മാരുടെ തേജസ്സിലെ വെളിപ്പാടിനെ ആർത്തിയോടെ, ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. സോ ഫാർ അണ്ടർസ്റ്റുഡ്? ഇത്രയുള്ളത് മനസ്സിലായോ? സ്തോത്രം. ആദാമ്യ പാപം നിമിത്തം സകല സൃഷ്ടികൾക്കും സംഭവിച്ച ദ്രവത്വത്തെ നീക്കണമെന്നില്ലേ? അതെ, അതാണ്. അതിനെന്ത് വേണം? മനുഷ്യന്റെ പാപം നിമിത്തമാണ് ഇവയ്ക്കെല്ലാം ഈ നാശം ഭവിച്ചത്. അല്ലെ, ദ്രവത്വത്തിന് ഇവയെല്ലാം കീഴ്പ്പെട്ടത്, അടിപ്പെട്ടു പോയതിന് അടിസ്ഥാന കാരണം മനുഷ്യന്റെ പാപം. ആ അടിസ്ഥാന കാരണത്തിന് മാറ്റം വരുത്തി ഇവയുടെയെല്ലാം വീഴ്ചയ്ക്ക് കാരണക്കാരായ മനുഷ്യനെ വീണ്ടെടുത്താൽ അതോടുകൂടെ സകല സൃഷ്ടിക്കും സ്വാതന്ത്ര്യം ലഭിക്കും. പക്ഷേ സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്തു വേണം? ദൈവമക്കളായ നമുക്ക് തേജസ് ലഭിക്കണം. തേജസ്സിൽ നാം വെളിപ്പെടണം. തേജസ്സിൽ നാം ഈ ഭൂമിയിൽ വെളിപ്പെടുന്നത് കർത്താവായ യേശു ഭൂമിയിലേക്ക്
പാദം വയ്ക്കുന്ന വരവിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇനീഷ്യേഷൻ, അതിന്റെ തുടക്കം സൃഷ്ടിയിൽ തുടങ്ങുന്നത്, അതിന്റെ തുടക്കം തുടങ്ങുന്നത് ഓക്കെ 1000 ആണ്ട് വാഴ്ചയോടുകൂടെ ആയിരിക്കും. സ്തോത്രം. So the setting free or liberating process of the creation will be initiated when we will be appearing to this world on this earth along with Christ in glory. And the final liberation process of the creation will be initiated, therefore, by the inauguration of the millennial kingdom of Christ down here on this earth. ഈ സൃഷ്ടികൾക്ക് മുഴുവനും ദ്രവത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും മായയുടെ അനുഭവത്തിൽ നിന്നുള്ള വിമോചനവും വേണമെങ്കിൽ ഇവയുടെ വീഴ്ചയ്ക്ക് കാരണക്കാരായ മനുഷ്യർ തേജസ് പ്രാപിക്കണം. ആ തേജസ് പ്രാപിക്കുന്ന മനുഷ്യർ ദൈവമക്കളാണ്. ആ തേജസ്സോടെ നാം ക്രിസ്തുവിനൊപ്പം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിനെ പറ്റിയാണ് കൊലോസ്യർ 3:4 പൗലോസ് പറഞ്ഞത്. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിലുള്ള ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെയാണ് ഈ സൃഷ്ടി കാത്തിരിക്കുന്നത്. അത് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിലാണ് സംഭവിക്കുക. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വിമോചന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തോടു കൂടിയാണ്. മുമ്പും പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ദൈവം മനുഷ്യനെ മരിക്കരുതെന്നുള്ള ആഗ്രഹത്തോടെയാണ് സൃഷ്ടിച്ചത്. എക്കാലവും നിത്യത മുഴുവനും അനന്തത മുഴുവനും ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്ന ആഗ്രഹത്തോടെ. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ആ പദ്ധതി, ദൈവത്തിന്റെ ആഗ്രഹം നിറവേറിയില്ല. പദ്ധതി ഉപേക്ഷിച്ചില്ല ദൈവം. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആയുസിനെ 1000 വർഷത്തേക്ക്, മനുഷ്യന്റെ കലണ്ടറിലെ 1000 വർഷം, ദൈവത്തിന്റെ വാച്ചിലെ ഒരു ദിവസം, ദൈവത്തിന്റെ കലണ്ടറിലെ ഒരു ദിവസം മനുഷ്യന്റെ കലണ്ടറിലെ 1000 വർഷത്തേക്കാക്കി മനുഷ്യന്റെ ആയുസിനെ ചുരുക്കി. അത് പിന്നെ ചുരുങ്ങി ചുരുങ്ങി വന്ന കാര്യവും നമുക്കറിയാം. 1000-ൽ നിന്ന് 120 പിന്നെ 70, 80 ഒക്കെ ആയി. അങ്ങനെ വന്ന് നിൽക്കിയപ്പോ ഒരു റിവേർട്ടിങ് സംഭവിക്കാൻ പോവാ. ഈ അവസ്ഥയിൽ നിന്നും നേരെ 1000-ലേക്ക്, 1000 വർഷം, അതാണ് സഹസ്രാബ്ദ കാലം. അത് കഴിയുമ്പോൾ നിത്യത എന്ന ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയിലേക്കും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, മിക്സിയൊക്കെ നമ്മൾ ഓടിക്കുന്നത് പോലെ 0, 1, 2, ചിലതാണെങ്കിൽ 3 വരെ ഉണ്ട്. 3 കഴിഞ്ഞ് നേരെ 0-യിലേക്ക് കൊണ്ടുവരാൻ ഒക്കത്തില്ല, ഡൗൺ ചെയ്യണം. നമ്മൾ വണ്ടിയുടെയൊക്കെ ഗിയറുള്ള വണ്ടി ഓടിക്കുമ്പം ഡൗൺ ചെയ്യുന്നത് പോലെ 3-യിൽ നിന്ന് 2, 1 ന്യൂട്രൽ അല്ലെങ്കിൽ 0. ഈ ഒരു റിവേഴ്സിംഗ് പ്രക്രിയയാണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ സൃഷ്ടിക്ക് ലഭിക്കുവാൻ തുടക്കം എപ്പോഴാണ്? നമ്മൾ തേജസ്സിൽ കർത്താവിനോടുകൂടെ വെളിപ്പെടുകയും 1000 ആണ്ട് കർത്താവിന്റെ വാഴ്ച ആരംഭിക്കുകയും ചെയ്യുമ്പോൾ. അതേ തുടർന്ന്
നിത്യതയിലേക്ക്, പിന്നെ ഒരിക്കലും നശ്വരമല്ലാത്ത അവസ്ഥയിലേക്ക് സകല സൃഷ്ടികളും വരെ പ്രവേശിക്കും. ഇതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ആ ഒരു പദ്ധതിയുടെ നിവൃത്തീകരണത്തിലേക്കാണ് ഇപ്പോൾ ഈ 8-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ 7-ാം മുദ്രാഭേദനത്തിലൂടെ സംഭവങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണോ? സോ ഫാർ ഗോട്ട് ഇറ്റ്? ശരി. ഈ ഒരു വീണ്ടെടുപ്പിന്റെ അന്തിമമായ പ്രക്രിയ ഇപ്പോൾ നാം കണ്ടത്, യേശുക്രിസ്തു ലീഗലായിട്ട് ചെയ്യേണ്ടതെല്ലാം വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തു. അതേ സംബന്ധിച്ച, ഈ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച, വീണ്ടെടുപ്പിന്റെ വില കൊടുത്തതിനെ സംബന്ധിച്ച ആധാരരേഖകളാണ് ഈ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം എന്നതാണ് ഈ പറഞ്ഞു വന്നതിന്റെ സാരം. പക്ഷേ ഈ നാണമില്ലാത്ത സാത്താൻ, അവന് നാണമെന്ന് പറയുന്നൊരു പരിപാടിയേ ഇല്ല. മാന്യത എന്നൊരു സംഗതിയെ അവനില്ല. ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് നാണമില്ലേടാ? ഇല്ല. അവനോട് എന്താ പറയാനാ? ഇപ്പൊ നമ്മുടെ മക്കളോട് തന്നെ നാണമില്ലടാ നിനക്ക്, എന്തോന്ന് കാണിക്കാനാ? ഇത് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നവൻ നാണം കെടുകയല്ലേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലേ, ഇവനെ അടിച്ചിട്ട് ഒരു ഇതില്ല, ഇന്ന് ഈ അടിച്ചോന്നും പറഞ്ഞ് നിന്ന് തരിക. പിന്നെ അവനെ അടിക്കാൻ തോന്നുന്നു നമുക്ക്? കൊല്ലണോ? എന്നാ കൊന്നോ, നോക്കോ. ഇവൻ ഒരു വികാര ഭേദവും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നാണമില്ലാത്ത, മാന്യതയില്ലാത്ത ഒരു ആളത്വമാണ് സാത്താൻ. അവൻ പൂർണ്ണമായും പരാജിതനാണെങ്കിലും അവൻ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ആയി വാണുകൊണ്ടിരുന്ന ലോകത്തിൽ നിന്നും അവന്റെ പിടി വിടാൻ ഒരുക്കമല്ല. അതുകൊണ്ട് വീണ്ടെടുപ്പ് വില കൊടുത്ത കർത്താവ് പോലീസ് നടപടികളിലൂടെ, സൈനിക നടപടികളിലൂടെ, ബലപ്രയോഗത്തിലൂടെ ഈ കുടിയേറ്റക്കാരനെ കുടിയൊഴിപ്പിക്കുന്നു. തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുന്നു. കാരണം ഈ ഭൂമി ആരുടേതാ? ദുഷ്ടന്റെ അധീനതയിലായി. ആരുടെ? ഒറിജിനലി ഉടമസ്ഥാവകാശം കർത്താവിന്റെ. സ്തോത്രം. നമ്മൾ നേരത്തെ ലേവ്യ 25 നിന്ന് വായിച്ചതാണ്. 25-ന്റെ 25-ാം വാക്യത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനോട് പറയുന്നു, ഭൂമി നിങ്ങൾ ജന്മം വിൽക്കരുത്. അതാരുടെയാ? എൻ്റെ വകയാ. സ്തോത്രം. എന്നേക്കുമായിട്ട് നിങ്ങൾ ഭൂമി വിൽക്കരുത്, കൈമാറ്റം ചെയ്യരുത്. സ്തോത്രം. കാരണം അതെൻ്റേതാ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം ഗൾഫിലൊക്കെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാ. സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എത്ര വർഷമായിട്ട് വാടക കൊടുത്തുകൊണ്ടിരിക്കുക വീടിന്. ഇപ്പോഴൊക്കെ വന്നിട്ട് ചിലർക്കൊക്കെ ലീസിന് കിട്ടുന്നുണ്ട്. എന്നാലും ഓണർഷിപ്പിലില്ല, ലീസില്ല. ബാക്കിയെല്ലാം വാടകയ്ക്ക്. ഇന്ത്യയിലെ നിയമം അനുസരിച്ചാണെങ്കിൽ 11 മാസത്തെ എഗ്രിമെന്റേ ഉള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാരനോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, എനിക്കൊരു മിനിമം 3 വർഷമെങ്കിലും താമസിക്കാനേ വീട് വേണമെങ്കിലേ ഞാൻ വീട് എടുക്കത്തുള്ളൂ. അയാൾ പറഞ്ഞു കുഴപ്പമില്ല, 3 വർഷം തീരാൻ അടുത്ത മാസം കൂടെ ഉള്ളൂ, അറിയത്തില്ല അടുത്ത് എന്താണെന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഈ 3 വർഷത്തെ എഗ്രിമെന്റ് അങ്ങ് ഒരുമിച്ച് എഴുത്. അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ലില്ല, 11 മാസം എഴുതുള്ളൂ. 11 മാസം കഴിയുമ്പം അടുത്ത് എഴുതാം, കുഴപ്പമൊന്നുമില്ല, ഒരുമിച്ചൊന്നും എഴുതണ്ട. ഞാൻ പറഞ്ഞു, ഞാനൊരു ഉപദേശിയാ, നിങ്ങൾക്ക് ഒരു തരത്തിലും ദോഷം വരുന്നതില്ല. ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്ക ക്രിസ്ത്യാനി, സൗത്ത് ഇന്ത്യനാ. സമ്മതിച്ചില്ല. 2 വർഷത്തേത് കഴിഞ്ഞു. ഈ 3-ാമത്തെ വർഷത്തേത് എഴുതേണ്ടത് കഴിഞ്ഞ നവംബറിലായിരുന്നു. ആ സമയം അദ്ദേഹം നാട്ടിൽ പോയിരിക്കുക. ഞാൻ പറഞ്ഞു, ഇതുപോലെയാ, സാരമില്ല, നിങ്ങൾ താമസിച്ചോ, ഞാൻ വന്നതിന് ശേഷം എഴുതാം. അദ്ദേഹം വരുന്നത് ഫെബ്രുവരിയിലോ ഏപ്രിലോ കണ്ട. ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ആ എഴുതുന്ന സമയം തൊട്ട് ഡേറ്റ് ഇട്ട് അത്രയും കൂടെ ഒരു 11 മാസം എഴുതുമായിരിക്കും. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം കഴിഞ്ഞാ അദ്ദേഹം എഴുതിയത്. പക്ഷെ എഴുതിക്കൊണ്ടെങ്കിൽ വരികയായിരുന്നു പുള്ളി, എന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വന്നതുള്ളൂ. വന്നപ്പം 4 മാസം പുറകോട്ടായിട്ടാ എഴുതിയിരിക്കുന്നത്, നവംബർ തൊട്ട്. അതുകൊണ്ട് ഒക്ടോബർ വരെ ഉള്ളു എനിക്ക് ഈ പ്രാവശ്യം. എഴുതിക്കൊണ്ട് വന്നുകൊണ്ട് എൻ്റെ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞത്, 11 മാസത്തെ എഗ്രിമെന്റിൽ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എഗ്രിമെന്റിനകത്തിലുണ്ട് ഭിത്തിയിൽ ആണി അടിക്കരുത്, ആണി അടിക്കുന്നെങ്കിൽ ഓണറിന്റെ പെർമിഷൻ വാങ്ങണം, ഇപ്പോൾ അവിടെയുള്ള ഒരു സെറ്റിങ്സും മാറ്റാൻ പാടില്ല. ഇപ്പൊ ഒരു ആണി പോലും അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. എന്നാൽ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് മത്സരിച്ച്, വാടകക്കാരന് വീട്ടുടമസ്ഥനോട് മത്സരിയായി തീർന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയാം. ഈ എഗ്രിമെന്റിന്റെ ശേഷവും ഇറങ്ങാതിരിക്കാം. പിന്നെ അത് ലീഗൽ പ്രോസസ്സിലേക്ക് പോകും, നിയമ നടപടികളിലേക്ക് പോകും. നിയമ നടപടികളിലേക്ക് പോയാലും ഈ പോലീസിനും കൊണ്ട് വന്നാലും ഒറ്റയടിക്കൊന്നും ഇവൻ ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് പിന്നെ കോടതിയിൽ പോയി കേസൊക്കെ പറഞ്ഞ് ജയിച്ചാലും കേസിന്റെ വിധി വരുന്ന അന്നൊന്നും ഇവനെ കാലിയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് സമയമുണ്ട്. ആ സമയത്തിനകവും കൂടെ ഇറങ്ങുന്നില്ലെങ്കിലാണ് പിന്നെ പോലീസ് നടപടി, ബലപ്രയോഗം. ഇതുപോലെ അനുവദിക്കപ്പെട്ട സമയമെല്ലാം കഴിഞ്ഞിട്ടും ഇവൻ പരാജയപ്പെട്ടിട്ടും ഇറങ്ങിക്കൊടുക്കാൻ മനസ്സില്ലാതെ വരുമ്പോഴാണ് ക്രിസ്തു തൻ്റെ അധികാരം വെളിപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് മുൻപോട്ടിറങ്ങുന്നത്. ആ പ്രക്രിയയാണ് നാം 6-ാം അധ്യായം മുതൽ കാണുന്നത്. അതിൻ്റെ അന്തിമ പാദങ്ങളിൽ വരുമ്പോഴാണ് ഈ 7-ാമത്തെ മുദ്രാഭേദനം സംഭവിക്കുന്നത്. ഇത്രയും വ്യക്തമാണേ? സ്തോത്രം. അപ്പോൾ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 1-ാമത്തെ വിഷയം, കുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. 2-ാമത്തെ സംഗതി, സ്വർഗത്തിൽ അരമണിക്കൂറത്തെ മൗനം. ആ അരമണിക്കൂർ എന്ന് പറയുന്നത് യോഹന്നാന്റെ വാച്ചിലയാ കേട്ടോ. യോഹന്നാന്റെ വാച്ചില എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അരമണിക്കൂർ എന്നുള്ളത്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളൊക്കെ 7 മുദ്രകൾ, 7 10 12 ഒക്കെയുള്ള കണക്കുകളെല്ലാം 42 മാസമെന്നും 3.5 കൊല്ലമെന്നും ഈ കണക്കുകളെല്ലാം തന്നെ എവിടുത്തെ കണക്കുകളാ പറഞ്ഞിരിക്കുന്നത്? എഴുതുന്ന യോഹന്നാന്റെയും വായനക്കാരായ നമ്മുടെയും കലണ്ടർ അല്ലെങ്കിൽ വാച്ച്, ഘടികാരമനുസരിച്ചുള്ള കണക്ക്. അതുകൊണ്ട് ഇവിടുത്തെ ഈ അരമണിക്കൂറും സ്വർഗത്തിലെ അരമണിക്കൂറല്ല, നമ്മുടെ അരമണിക്കൂറാ. സ്വർഗത്തിലെ അരമണിക്കൂറായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു ഉരുഷായുസ് തന്നെ പോയെന്നിരിക്കും. അതുകൊണ്ട്
ഇവിടുത്തെ ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് മനുഷ്യന്റെ അരമണിക്കൂറാണ്. എന്താ ഈ അരമണിക്കൂർ മൗനം സ്വർഗത്തിലുണ്ടായി എന്നുള്ളതിന്റെ അർത്ഥം? നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചില പ്രസംഗകർ പ്രസംഗിക്കുമ്പോൾ ഈ കേൾവിക്കാർക്ക് വലുതായിട്ടൊന്നും തോന്നത്തില്ല, പക്ഷെ പ്രസംഗകര് ഞങ്ങൾ ഏതാണ്ട് ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ ചില പോയിന്റ്സ് പറയുന്നത്. ഈ കേൾവിക്കാർക്ക് ഇത് കാര്യമായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ പ്രസംഗകര് ചുമ്മാ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ പ്രസംഗകൻ ഒന്നും മിണ്ടുന്നില്ല, ഒരു മൗനമാകുമ്പം എല്ലാവരും തലപൊക്കിയൊക്കെ ഒന്ന് നോക്കും. നോക്കിയിട്ട് ചിലര് അന്നേരം അങ്ങോട്ട് കൈയടിക്കാൻ തുടങ്ങും, ചിലർ അന്നേരം ഒരു ജയ് വിളിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ പ്രസംഗകർക്കിടയില് കണ്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചില ക്ലിപ്പുകൾ അയച്ചു തരാം. ഞാൻ ഇന്നലെയും ഹാപ്പൻ ടു സീ എ സ്പീച്ച്. ഒരാൾ നിന്ന് പ്രസംഗിച്ച് ആൾക്കാരൊന്നും അനങ്ങുന്നില്ല. ഈ പുള്ളി മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് താടിയൊക്കെ തടവി ചുണ്ടൊക്കെ തുടച്ചു തിരിഞ്ഞു നിന്ന് ഒന്ന് വെച്ചു, മുടിയൊക്കെ ഉള്ളയാളാ, അപ്പം മുടിയൊക്കെ ഒന്ന് ചീകി, എന്നെ പോലുള്ള ആളല്ല. ഇദ്ദേഹം മൗനം ദീക്ഷിക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കിന് ജനം ചിലർ കൈയടിക്കാനും ചിലർ കൈപൊക്കാനും ചിലർ ഹല്ലേലൂയ പറയാനും ഒക്കെ തുടങ്ങി. അവരൊക്കെ ഒന്ന് ഉഷാറായപ്പം ഇദ്ദേഹം വീണ്ടും പ്രസംഗം തുടർന്നു. അപ്പൊ ഒരു മൗനം ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ മറ്റെന്തിനോ ഉള്ള ഒരു തുടക്കം, എന്തോ പ്രധാനപ്പെട്ട കാര്യം സംഭവിപ്പാൻ പോകുന്നു. അതാണ് ഇവിടുത്തെ മൗനത്തിന്റെ അർത്ഥം. ചിലപ്പോൾ ആ സംഭവിപ്പാൻ പോകുന്നത് അതിഭയങ്കരമുള്ളതായിരിക്കാം. അതുകൊണ്ട് ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്ന ഉദ്ദേശവും അർത്ഥവും ചിലത് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. This is, first of all, this silence can be a last opportunity for the unrepentant for repentance. ഈ ഒരു മൗനം, സ്വർഗത്തിലെ ഈ ഒരു ചെറിയ മൗനം, ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു അവസാനത്തെ അവസരമായിട്ട് കണക്കാക്കാം. A final opportunity for the unrepentant for repentance is just waiting, shows God is still waiting for their repentance. അവരുടെ മാനസാന്തരത്തിനായി ദൈവം കാത്തിരിക്കുന്നു എന്നതിനോട് നമുക്കിതിനെ ഉപമിക്കാം. ഒരു വാക്യം ജസ്റ്റ് ഒരു ദൃഷ്ടാന്തത്തിനായിട്ട്, എസെക്കിയേൽ 18:22, യഹെസ്കേൽ 18:22 വാക്യം. അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ, അതല്ലേ? 18:22 അല്ലേ? അതെ. ആ, മുപ്പത്തിമൂന്നിന്റെ 11. എന്നാണ് ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതേ വിഷയം തന്നെയാണ് 18-ാമത്തെ അധ്യായത്തിലും. നീതിമാൻ നീതി വിട്ട് 24. മാറുന്നത്. വായിച്ചു. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെ പോലെ
ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അപ്പം ഈ ഭാഗത്ത് മുഴുവനും അതിന്റെ 18 മുതൽക്ക് ഇങ്ങോട്ട് ഉള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. 18 തൊട്ട് അതുപോലെ 33 അധ്യായത്തിൽ എല്ലാം പറയുന്നത് എന്താണ്? 23 ഇങ്ങനെയാണ്: ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണം എന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ ദുഷ്ടൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിയാൻ ദൈവം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു അവസാന ലാപ്പാണ്, അവസാനത്തെ ഒരു ഇടവേളയാണ് ഈ അരമണിക്കൂർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിലാപഗീതങ്ങൾ 3:33 Lamentations 3:33, also 2 Peter chapter 3 verses 9 and 10, 2 പത്രോസ് 3:9-10 വാക്യങ്ങളിലുമൊക്കെ നമുക്കിതിനോട് സമാനമായ കാര്യങ്ങൾ കാണാം. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ചിട്ട്. അപ്പൊ ഈ അരമണിക്കൂർ എന്നുള്ളത് അവസാനമായി മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു അവസരം എന്ന് വെച്ചാൽ, ഇപ്പോൾ 7 മുദ്ര പൊട്ടിക്കുക, 7 മുദ്രാഭേദനത്തോടുകൂടെ എല്ലാം അവസാനിക്കാൻ പോവാ. 7 മുദ്രാഭേദനത്തോടുകൂടെ വീണ്ടെടുപ്പിന്റെ അന്തിമ അവസാനത്തെ ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണവിരാമം ഇടാൻ പോവാ. എന്നാൽ അവസാന നടപടിക്ക് മുമ്പ് ഒരു ഗ്യാപ്പ്, ലാസ്റ്റ് വാണിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കത്തില്ലേ? അപ്പം ഒരു ശകലം കൂടെ സമയം ദയ കാണിക്കുന്നത് പോലെ. എക്സാം എഴുതുന്നവർക്ക് സമയം കഴിഞ്ഞു, ഇനി 1 മണിയും കൂടെ ഉണ്ട്, 5 മിനിറ്റ്. ഇതുവരെ ചെയ്യാത്തവർക്കെല്ലാം ചെയ്തു തീർക്കാനാ. ആ 5 മിനിറ്റും കൂടെ കഴിഞ്ഞുള്ള ഒരു ബെല്ല് കേട്ടാൽ പിന്നെ എക്സാമിനർ പേപ്പർ എടുത്തോണ്ട് ഒറ്റ പോക്ക. അതിനു മുമ്പ് തുന്നിക്കെട്ടി നമ്പർ വല്ല എഴുതി ഒന്ന് കൊടുത്തോണം. അപ്പൊ ആ ഒരു എക്സാമിന്റെ അവസാനത്തിലെ ഒരു 5 മിനിറ്റിന്റെ ഗ്യാപ്പ് പോലെ. പ്രസംഗ മത്സരത്തിനും ഓരോ അതിനൊക്കെ ചേരുമ്പോൾ നമ്മുടെയൊക്കെ ടാലന്റ് ടെസ്റ്റുകളിലും ഉണ്ടല്ലോ, 5 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ് ആകുമ്പോൾ ഒരു വാർണിംഗ് ബെൽ, അടുത്ത 2 മിനിറ്റിനകം നിർത്തിക്കോണം എന്നതുപോലെ ഒരു അവസ്ഥ. രണ്ടാമത്തെ അർത്ഥം, ഇറ്റ്സ് an expectation for a greater disastrous events, an expectation for a greater disastrous occurrences or judgments. എന്തോ ഭീതികരമായ ഭയാനകമായ ന്യായവിധികൾ നടക്കാൻ പോകുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും അതിൻ്റെ പ്രതീക്ഷയുമാണ്. ഈ മൗനം. മൂന്നാമത്തെ അർത്ഥം, a context is worship and intercession. മൂന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? ധൂപം കാട്ടുകയും പ്രാർത്ഥിക്കുകയുമാണ്. ആ പശ്ചാത്തലത്തിൽ God is just waiting or making a delay in execution. God delays execution of his judgment because of the intercession by his people. ഇവിടുത്തെ പശ്ചാത്തലം പ്രാർത്ഥനയാണ്, ധൂപം കാട്ടുകയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അപ്പോൾ ദൈവം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? തൻ്റെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിമിത്തം ആ മധ്യസ്ഥത സ്വീകരിച്ച് തൻ്റെ കോപവും
തൻ്റെ ന്യായവിധിയും നടത്തുവാൻ അല്പവും കൂടെ കർത്താവ് എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. അബ്രഹാം ദൈവത്തെ ഉൽപ്പത്തി 18, 19 അധ്യായങ്ങളിൽ തടഞ്ഞു നിർത്തിയതുപോലെ ഞാനിപ്പം പോവുക. സൊദോം ഗോമോറയിൽ നിന്നുള്ള നിലവിളി കഠിനമായിരിക്കുന്നു. അപ്പോഴാണ് അബ്രഹാം പറയുന്നത്, ദൈവമേ, ദുഷ്ടനോടുകൂടെ നീ നീതിമാനെയും സംഹരിക്കുവോ? അവന്റെ മധ്യസ്ഥതയുടെ മുമ്പിൽ ദൈവം ദീർഘക്ഷമയോടെ നിന്നു. അബ്രഹാം മധ്യസ്ഥത അണച്ച ആ സമയങ്ങൾ അത്രയും സൊദോം ഗോമോറയ്ക്ക് നീട്ടിക്കിട്ടിയ ഒരു കരുണാ കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കഴിച്ച മധ്യസ്ഥത. ദൈവം എന്താ പറയുന്നത്? നീ എന്നെ വിടാന. പുറപ്പാട് 32 അധ്യായത്തിൽ ദൈവം പറയുന്നു, ലെറ്റ് മീ ഗോ, നീ എന്നെ വിട്, ഞാൻ അവരെ നശിപ്പിച്ചു കളയട്ടെ. പക്ഷേ ദൈവവുമായി മോശ സംസാരിച്ച് നിന്ന് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരുന്നത് തടഞ്ഞു നിർത്തിയതുപോലെ ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഇവരുടെ മേൽ, അല്ലെങ്കിൽ അന്നത്തെ ലോകത്തിന്റെ മേൽ ഇരിക്കുന്ന ന്യായവിധിയെ തടഞ്ഞു നിർത്തിയതാകാം. സ്തോത്രം. അതുപോലെ തന്നെ പ്രാർത്ഥനകളും സ്തുതികളും 8-4 വാക്യത്തിലും നാം കാണുന്നുണ്ട്. സ്തോത്രം. 5-ാമത്തെ ഒരർത്ഥം, ഇറ്റ് ക്യാൻ ബി a particular time of awful worship. സ്വർഗത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഭക്തി നിർഭരമായ ആരാധനയർപ്പിക്കപ്പെട്ട സമയമാകാം. പെന്തക്കോസ്തുകാരായ നമുക്ക് ഈ ഒരു സംഭവം അറിയത്തില്ല. നമുക്ക് ബഹളം വെച്ചുള്ള നോയ്സി വർഷിപ്പ് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ? ശാന്തമായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ വളരെ 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 കുറവാണ്. ഇനി ആരെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചാലും ഉപദേശിമാരായി ഞങ്ങൾ സമ്മതിക്കത്തില്ല. ആണ് മുണ്ടാതിരിക്കുന്ന കണ്ടില്ലയോ, ഒരു നന്ദിയില്ല. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തവനും ഉപദേശിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കൈയൊക്കെ പൊക്കിക്കളെ. കൈ അടിച്ചുള്ള സന്തോഷപ്രകടനം പോലെ തന്നെ വളരെ മൗനമായി ദൈവസന്നിധിയിൽ വീട് കിടന്നും ദൈവസാന്നിധ്യം ആഴത്തിൽ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രത്യേക അനുഭവമുണ്ട്. ബ്രദറൻകാരെ കൈയടിക്കാൻ ചുമ്മാ ഇരിക്കുന്ന കാര്യമല്ല. When a person experiences God's presence awfully, ഒത്തിരി പേർക്ക് അങ്ങനെയാ. എന്നോട് ഒരു ദേവദാസൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ദൈവസാന്നിധ്യം ആഴത്തിൽ തോന്നുകയും ദൈവവചനത്തിലും ദൈവസന്നിധിയിലും സന്തോഷം തോന്നുകയും ചെയ്താൽ ഞാൻ മൗനമായി ഇരിക്കത്തതേ ഉള്ളൂ, ഞാൻ വാ തുറക്കത്തില്ല. സ്തോത്രം. അവർ ആ ദൈവസന്നിധിയിൽ അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ ഇങ്ങനെയെല്ലാം ഉള്ള ആരാധനാ രീതികൾ ഉണ്ടാവണം. കൈയടിച്ചുള്ളത് വേണം, അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരു അവസരം. ചിലർക്ക് അങ്ങനെയുള്ളൂ, ആയിക്കോട്ടെ. എന്നാൽ ചിലർക്ക് അങ്ങനെ മാത്രമല്ല, വളരെ ശാന്തമായി ധ്യാനാത്മകമായ പാട്ട് വല്ലതും പാടുമ്പോൾ നമുക്ക് ആത്മാവ് വരാറുണ്ടോ? സാധാരണ വളരെ കുറവാ, വളരെ കുറവാ. അപ്പൊ ഇവിടുത്തെ മൗനം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ദൈവമഹത്വത്തെ ആവോളം നുകർന്ന് ഒരു വാക്ക് ഉരിയാടാൻ കഴിയാതെ
മരിച്ചവരെ പോലെ വീണ് കിടക്കുന്ന ഒരവസ്ഥയെ. യോഹന്നാൻ പത്മോസിൽ വെച്ച് അങ്ങനല്ലായിരുന്നു. കർത്താവിനെ കണ്ടപ്പോൾ ആ മഹത്വത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ പോലും മിണ്ടാൻ പറ്റിയോ അവന്? അയ്യോ കർത്താവ് എത്ര നാളായി കണ്ടിട്ട്, പോയതിനേക്കാളൊക്കെ അങ്ങ് ഭയങ്കര തേജസ്സായല്ലോ. മിണ്ടിയില്ല, മിണ്ടാൻ പറ്റിയില്ല അവന്. ഒരു മരിച്ചവനെ പോലെ വീണ് കിടന്നു. ഒരു പക്ഷേ ഇവിടുത്തെ ഈ മൗനത ആ ആരാധനയുടെ ഒരു ഉത്തുംഗതയുടെ അവസ്ഥയായിരിക്കാം. എ ഫോം ഓഫ് വർഷിപ്പ് ആസ് സാം 65 വേഴ്സ് 1, 65 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ, ഓഫ് ഫിയർ, ഓഫ് റെവറൻസ്, ഓഫ് ഗ്രീഫ്, ഓഫ് ഇമ്മൻസ് ജോയ്, അതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ്. സ്തോത്രം. ഇതൊക്കെയാകാം ഈ മൗനത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്പം കൂടെ ഉണ്ടെങ്കിലും ബാക്കി കർത്താവിന്റെ വരവ് താമസിച്ച് നമുക്ക് നാളെയാകാം. ഇപ്പോൾ തന്നെ 5 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു. സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പിന്റെ പരിപൂർണത നമുക്ക് നൽകുക നമ്മുടെ കർത്താവ് വരുന്നതാണ് നമ്മുടെ ആഗ്രഹം. ദൈവപുത്രനായ, ദൈവത്തിന്റെ ഏകജാതനായ ക്രിസ്തുയേശുവിന്റെ മടങ്ങിവരവിനായി നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. ഏകജാതനായ. ഒത്തിരി ദുരുപദേശങ്ങളൊക്കെ ഉണ്ട് ഇതേ സംബന്ധിച്ചും. ഇന്നലെയും ഞാൻ അങ്ങനെ ദുരുപദേശം കേട്ടത് കൊണ്ട് എടുത്തു പറയുന്നത്, യേശു ദൈവത്തിന്റെ ഏകജാതനൊന്നുമല്ല, നമ്മളും ദൈവത്തിന്റെ മക്കളാണെന്ന് ഓർക്കണേ. ഏകജാതൻ ആയിട്ട് യേശു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ കാണും, യേശുവിന്റെ പുത്രത്വവും സൺഷിപ്പ് ഓഫ് ജീസസ് ആൻഡ് സൺഷിപ്പ് ഓഫ് ദ ബിലീവേഴ്സ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്. യേശുവിന്റെ പുത്രത്വം ഏകജാതത്വമാണ്, അത് ദൈവത്വമാണ്. നമുക്കുള്ള പുത്രത്വം ദത്തെടുപ്പാണ്. നമ്മളാരും ആരല്ല, ദൈവം അല്ല. എന്നാൽ ഏകജാതനായ പുത്രൻ പൂർണ്ണമായും പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ തൻ്റെ അതേ തേജസ്സിന്റെ പ്രഭയ. നാം അങ്ങനെയല്ല. ആ ഏകജാതനായ ക്രിസ്തുയേശുവിന്റെ തേജസ്സിലെ പ്രത്യക്ഷതയ്ക്കായി നാമും അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ആർത്തിയോടും ആശയോടും കാത്തിരിക്കാം. വിശുദ്ധിയിൽ നമ്മെ സൂക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.